മാലിന്യ വിമുക്ത കേരളം നമുക്ക് സൃഷ്ടിക്കുക തന്നെ വേണം. അത് പ്രതിജ്ഞാബദ്ധമായി നാം പ്രവർത്തിച്ചാൽ, ഇവിടുത്തെ ഏറ്റവും വലിയ ജനകീയ പിന്തുണയുള്ള പാർട്ടി എന്നുള്ള നിലയിൽ CPM ഇടപെട്ടാൽ, മറ്റു പാർട്ടികളെ കൂടി നമുക്ക് സഹകരിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും പിന്തുണയോടുകൂടി ഈ പ്രവർത്തനത്തിൽ നമുക്ക് വിജയം വരിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ പാർട്ടി പ്രവർത്തകന്മാർ നമ്മുടെ ഓരോരുത്തരുടെയും വീട് ആദ്യം മാലിന്യ വിമുക്ത കേന്ദ്രങ്ങളാക്കി മാറ്റണം. നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലെ മാലിന്യം ഉറവിടങ്ങളിൽ സംസ്കരിച്ചുകൊണ്ട് നമ്മൾ മാതൃക കാണിക്കണം. ഹൗസിംഗ് കോളനികൾ, ലക്ഷം വീട് കോളനികൾ, ഫ്ലാറ്റുകൾ, ഇങ്ങനെയുള്ള ഇടങ്ങളിലെല്ലാമുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള പദ്ധതികൾ അതാത് പ്രദേശത്ത് തന്നെ ഉണ്ടാക്കണം. ഹോട്ടലുകളിലെയും അറബിശാലകളുടെയും മറ്റ് പുറത്തുവിടുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാൻ പ്രത്യേകമായ പദ്ധതി ഉണ്ടാക്കണം. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പൂർണ്ണമായി ഇല്ലാതാക്കണം. സമ്പൂർണ്ണമായി പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം വേണ്ടെന്ന് വെക്കണം. ഫ്ലക്സ് ബോർഡുകൾ അത് വേണ്ടെന്ന് വെക്കണം. ഫ്ലക്സ് ബോർഡുകൾ കൊണ്ട് നഗരങ്ങൾ ഇന്ന് ഉയർന്നു നിൽക്കുകയാണ്. ഈ ഫ്ലക്സ് ബോർഡിൽ കൂടി ഇങ്ങനെ ആളുകൾ ഓരോരാളുടെയും മുഖങ്ങൾ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നത് കാണുമ്പോൾ ഫ്ലക്സ് ബോർഡ് വരട്ടെ എന്നിങ്ങനെ ഓരോരുത്തരും ആഗ്രഹിച്ച്, ഒരു പാർട്ടിക്ക് 56 KPC സെക്രട്ടറിമാരുണ്ടെങ്കിൽ 56 ഫ്ലക്സ് ബോർഡ് ലക്ഷക്കണക്കിനാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഫ്ലക്സ് ബോർഡുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു, പാർട്ടികളുടെ ഭാരവാഹികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച്. ഈ ഫ്ലക്സ് ബോർഡുകൾ വേണ്ട എന്നാദ്യം തീരുമാനിച്ചത് CPIM ആണ്. ഞങ്ങളെ കോട്ടയത്ത് വെച്ച് ചേർന്ന കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം, ആ സമ്മേളനത്തിൻ്റെ ഭാഗമായി കോട്ടയം നഗരത്തിൽ ഒരു ഫ്ലക്സ് ബോർഡ് പോലും സ്ഥാപിച്ചില്ല. മാതൃക കാണിച്ചു. ഏതെങ്കിലും പത്രം പറഞ്ഞു അന്ന് CPM മാതൃകാപരമായൊരു നടപടിയെടുത്തു എന്ന്? ആരും അനങ്ങിയില്ല. CPM അതൊരു തീരുമാനമായി പറഞ്ഞു, ഫ്ലക്സ് ബോർഡുകൾ നമ്മൾ ഉപയോഗിക്കണ്ട. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്തായി? മറ്റുള്ളവരെല്ലാം ഫ്ലക്സ് ബോർഡ് വെക്കാൻ തുടങ്ങി. അപ്പം നമ്മുടെ പാർട്ടിക്കാരും ചോദിച്ചു, നമ്മൾ മാത്രം വെക്കാതിരുന്നാൽ, ഫ്ലക്സ് ബോർഡ് വെക്കാത്തത് കൊണ്ടാണ് തോറ്റുപോയത് എന്ന് വന്നാൽ മോശമല്ലേ? ഇലക്ഷനിൽ ജയമാണല്ലോ പ്രധാനം. അപ്പം നമ്മളാളുകളും ഫ്ലക്സ് ബോർഡ് വെച്ചു. അപ്പോൾ അന്ന് CPM കാണിച്ച മാതൃക മറ്റുള്ളവർ ഏറ്റെടുക്കാനോ അതിനെ അംഗീകരിക്കാനോ ഈ കേരളത്തിൽ തയ്യാറായില്ല. ഇന്നിപ്പോൾ ഗവൺമെൻറ് തന്നെ പറയുന്നു ഫ്ലക്സ് ബോർഡ് വേണ്ട. ഫ്ലക്സ് ബോർഡ് വേണ്ട എന്നിപ്പോൾ തീരുമാനിച്ചെന്താണെന്നറിയോ? സാമ്പത്തിക പ്രതിസന്ധി വന്നതുകൊണ്ടാണ്. അതിന് പൈസയില്ല. ആ പൈസ ഇനി ഉണ്ടാക്കണം. എങ്ങനെ? ഈ വെള്ളം കുടിക്കുന്നവൻ്റെ ചാർജ് 60% വർദ്ധിപ്പിച്ച് ഖജാനാവിൽ പൈസ വന്നാൽ വീണ്ടും ഫ്ലക്സ് ബോർഡ് വെക്കും. ഇപ്പം ഫ്ലക്സ് ബോർഡ് വെക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ഫ്ലക്സ് ബോർഡ് വേണ്ട തീരുമാനിച്ചു. എന്നാൽ ഫ്ലക്സ് ബോർഡേ വേണ്ട എന്ന് ആദ്യമേ തീരുമാനിച്ച CPMൻ്റെ നിലപാടിനെ അംഗീകരിക്കാനോ അത് മറ്റുള്ളവർ ഏറ്റെടുക്കാനോ ആ ഘട്ടത്തിൽ സന്നദ്ധമായില്ല. ഏതായാലും ഇപ്പോൾ ഫ്ലക്സ് ബോർഡ് വേണ്ട എന്നെടുത്ത തീരുമാനത്തിൻ്റെ കൂടെ പൂർണ്ണമായും സഹകരിക്കാൻ CPM തയ്യാറാണ്. നമുക്കൊരു ഫ്ലക്സ് ബോർഡ് വെക്കേണ്ടുന്ന കാര്യമില്ല. ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് വഴിയുള്ള ഉപയോഗം പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള പ്രവർത്തനത്തിൽ CPM പ്രവർത്തകന്മാർ മാതൃക കാണിക്കണം. നമ്മുടെ ഇപ്പോൾ നടക്കാൻ പോകുന്ന പാർട്ടി സമ്മേളനങ്ങളോടനുബന്ധിച്ചൊന്നും നമ്മൾ ഫ്ലക്സ് ബോർഡ് വെക്കേണ്ട കാര്യമില്ല. നമ്മളിതിൽ മാതൃക കാണിക്കുക തന്നെ വേണം. അങ്ങനെ മാലിന്യ വിമുക്ത പരിപാടികൾ നടത്തുന്ന സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യം വർദ്ധിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു നടപടിയും നമ്മുടെ ഭാഗത്തുണ്ടായിക്കൂടാ.